ഹലോ, വെൽക്കം ടു വാൻഡ്രിങ് ടെക്കി. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഡേ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. സോ എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കൂടെ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ കുളിച്ച് റെഡിയായി ആദ്യം തന്നെ പോയത് പുതിയകാവ് ഭഗവതി ടെമ്പിളിലാണ്. ഇവിടെ തൃപ്പൂണിത്തുറ തന്നെ ഉള്ള ടെമ്പിളാണത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടും പിന്നെ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ശരിക്കും ആദ്യം പോകണത്രേശ്വരം അമ്പലത്തിൽ പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്ന് തന്നെ പറയാം. ആദ്യം ഇവിടേക്കാണ് വന്നത്, കാരണം എൻ്റെ കസിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. പൂർണ്ണത്രേശ്വരം അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞെന്നെ വേറെ ഏതോ അമ്പലത്തിൽ കൊണ്ടുവന്ന് പറ്റിച്ച ആളാണ് ഈ നിൽക്കണേ. അങ്ങനെ നമ്മൾ ഫൈനലി പൂർണ്ണത്രേശ്വരം അമ്പലത്തിലെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ ശിവേലി നടക്കുമായിരുന്നു, അതുകൊണ്ട് നല്ലോണം തൊഴാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കുറച്ചധികം വൈകിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് രണ്ടാൾക്കും. അങ്ങനെ ഇവിടെ അടുത്തൊന്നും അങ്ങനെ കടകളൊന്നുമില്ല, റെസ്റ്റോറൻറ്റ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് നേരെ നമ്മുടെ തൃപ്പൂണിത്തുറ തന്നെയുള്ള തൊട്ടടുത്തുള്ള ശരവണ ഭവനിലാണ് പോയത്. ഇവന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഞങ്ങൾ 2 വട വാങ്ങിച്ചു. ഒന്ന് സാമ്പാർ വടയും പിന്നെ ഒന്ന് തൈര് വടയും. തൈര് വട പാകിപ്പോയെങ്കിലും സാമ്പാർ വട നല്ല അടിപൊളിയായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞ് അങ്ങനെ റൂമിലെത്തിയൊന്ന് കിടന്നപ്പോഴത്തേക്ക് വന്നു അടുത്ത കോള്. ഫ്ലാറ്റിൻ്റെ താഴേക്കും ആ സെക്യൂരിറ്റി കയറ്റി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം. അപ്പോഴേ സംഭവം പിടികിട്ടി. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ തിരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ 2 അഭിനയ സിംഹങ്ങൾ. പിന്നെന്താ, ആസ് യൂഷ്വൽ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കൊട്ട് കട്ടിയോ നാളെ ഇല്ലല്ലോ, മറ്റന്നാളല്ലേ. ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റായിരുന്നു. അങ്ങനെ ക്രോക്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ കലൂർ സ്റ്റേഡിയത്തിലുള്ള പ്ലേറ്റിലാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്, ഡിന്നർ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ സ്ഥിരം പ്ലേറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാറുള്ള ഇറ്റാലിയൻ ക്ലാസിക് ക്രീമി ചിക്കനാണിത്, ഇൻഫ്യൂസ് ചിക്കൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ്. ഈ സാധനമാണ്. വേറെ പലതും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതാണ് നമ്മുടെ ഫേവറേറ്റ്. അപ്പോൾ ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ച് നമുക്ക് വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ഡേ ആയിരുന്നു. ഇതെല്ലാം അൺപ്ലാൻഡ് ആണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു എൻഡിങ്ങും ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.